എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 2 തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുറച്ചധികം ദിവസം കേടാകാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ആദ്യം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും ചെമ്മീൻ എടുത്ത് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് എത്രത്തോളം ചമ്മന്തി തയ്യാറാക്കി വെക്കണോ അതിനനുസരിച്ച് ഉണക്ക ചെമ്മീൻ എടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒരു 3-4 വെള്ളം കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടി വേണം. സവാള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കനം കുറച്ച് അതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന ചെമ്മീൻ അനുസരിച്ച് സവാളയുടെ അളവും അതുപോലെ തന്നെ മുളകിൻ്റെ അളവുമൊക്കെ നമുക്ക് എരിവിനുമൊക്കെ അനുസരിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ കനം കുറച്ച് വേണം സവാളയിൽ നിന്ന് അരിഞ്ഞെടുക്കാൻ. ഇത് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്ക ചെമ്മീനുണ്ടല്ലോ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി വരും ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ. നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ ഇത് ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കളറ് മാറി ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഉണക്കച്ചെമ്മീനും മുളകും ഈ ഉള്ളിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മൂത്ത് കിട്ടണം. അത് കോരി മാറ്റിയതിന് ശേഷം ഇനി പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എൻ്റെ കൈവശമുള്ള മുളക് അത്യാവശ്യം എരിവുള്ളതാണ്. ഞാൻ ഒരു 7 മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വരണം. ഇതാ മുളക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ചേർത്ത് കൊടുക്കുന്നതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി മുളക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ സവാളയും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. അതും പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ ഇത് കുറച്ചധികം നാളിങ്ങനെ കേടാകാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഇതേപോലെ കളറ് മാറി നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തേങ്ങയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഐറ്റംസ് 3 കൂടെ ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ അത് എടുത്ത് വെച്ചിരുന്നത് 3 ഐറ്റവും നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ വേറൊരു ടേസ്റ്റാണ്. തേങ്ങ ചേർത്ത് കൊടുത്താൽ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇതേപോലെ നന്നായിട്ട് ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുക്കണം. ഒട്ടും നനവ് കാണരുത്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇതാദ്യം ചെമ്മീൻ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള വറുത്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇതേപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചമ്മന്തി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ. നമുക്ക് കുറച്ചധികം നാളിങ്ങനെ കേടാകാതെ എയർ ടൈറ്റായ പാത്രത്തിലാക്കി അടച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ പറ്റും. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു എയർ ടൈറ്റായ പാത്രത്തിലേക്കിട്ട് അടച്ച് വെച്ചിരുന്നാൽ സൂക്ഷിച്ച് വെച്ചേക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നമുക്കൊരു എയർ ടൈറ്റായ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി കഴിക്കാൻ എടുക്കുന്ന സമയത്ത്
കുറച്ച് പുളി വെള്ളത്തിലിട്ട് കൊടുത്തതിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് കഴിക്കാനുള്ള ചോറ് വിളമ്പിയെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചമ്മന്തി ഇങ്ങനെ വേണമെങ്കിലും ചോറിലിട്ട് ഇളക്കി കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ പറഞ്ഞ പോലെ പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അതായത് ഇതേപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചമ്മന്തി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അടുത്തത് നേന്ത്രക്കായ് വൻപയർ കറിയാണ്. അതിനുവേണ്ടി ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതേപോലെ നടുവേ ഒന്ന് കീറിയതിന് ശേഷം അത്യാവശ്യം വലിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകാൻ വെക്കുന്ന സമയത്ത് വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വൻപയറാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് മാറ്റി വയ്ക്കാം. ഇനി തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഒരു 1/2 കപ്പോളം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 3-4 വെളുത്തുള്ളിയും അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പയറിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വയ്ക്കാം. ഏകദേശം 1 മിനിറ്റോളം പയറും കായും കൂടി ഒന്നുകൂടി ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് മിക്സിയുടെ ജാറിലൊഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാം. കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസ് പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അത് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം ഇറക്കാൻ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള നേന്ത്രക്കായ വൻപയർ കറി റെഡിയായി കഴിഞ്ഞു. അടുത്തത് കുമ്പളങ്ങ തൈര് കറിയാണ്. അപ്പോൾ കുമ്പളങ്ങ വലിയ വലിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 3-4 ചുവന്നുള്ളിയും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കേണ്ട. അപ്പം ഇപ്പം വേഗം വെച്ചിരുന്ന കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള കുമ്പളങ്ങ തൈര് കറി റെഡിയായി കഴിഞ്ഞു. താളിച്ചത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കുമ്പളങ്ങ തൈര് കറി തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു സിമ്പിൾ ഒഴിച്ചുകറി കൂട്ടി ചോറിനാൻ നല്ല ടേസ്റ്റാണ്. അടുത്തത് മുരിങ്ങയ്ക്ക കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇതിനു വേണ്ടി ഞാൻ 2 മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സൈഡിലുള്ള തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതേപോലെ മുകൾ വശം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി സൈഡിലേക്ക് ഇങ്ങനെ ആക്കി അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കളയാം. മുരിങ്ങയ്ക്ക എടുക്കുമ്പോൾ ചുരണ്ടി കളയണമെന്നൊന്നുമില്ല. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലെ തോലൊന്ന് എടുത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ നീളത്തിൽ എടുത്ത് ആ മുരിങ്ങയ്ക്ക അത്രയും ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഓരോന്നും എടുത്തത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കാം. നമ്മൾ കറിക്കൊക്കെ ഇടത്തിൽ ആ ഒരു രീതിയിൽ രണ്ടായിട്ടൊന്ന് പിളർത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു സവാള വേണം. സവാള തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഇനി ഒന്ന് മുറിച്ചെടുക്കണം. നമുക്ക് സ്ക്വയർ പീസസായിട്ട് ഇതേപോലെ ഒന്ന് സവാള മുറിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് തന്നെ തക്കാളി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും അതേപോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. എണ്ണയിൽ കിടന്ന സവാള ഒന്ന് വാടി വരണം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ സവാളയൊന്ന് വാടിക്കിട്ടും. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതേ അളവിൽ തന്നെ സാമ്പാർ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇനി മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്ത് ചട്ടി മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം. അപ്പോൾ ആവിയിലിരുന്നുകൊണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടും. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തക്കാളിയുടെ പുളിയൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ മുരിങ്ങയ്ക്കയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് ആവി കയറി വരട്ടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള അത്രയും ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചട്ടി മൂടി വെച്ചിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുരിങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. അപ്പോൾ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ മുരിങ്ങയ്ക്കയും തക്കാളിയും കൊണ്ട് ഈ ഒരു രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പം ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. മുരിങ്ങയ്ക്ക കൊണ്ടുള്ള ഒഴിച്ച് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.